പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളിയെ ആൾക്കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധം ശക്തമാവുകയാണ്. കോഴിക്കോട് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ നമ്മൾ അധികം കേൾക്കാത്ത ഒരു രീതിയാണ് വളരെ അപകടകരമായി ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമൊക്കെ കണ്ടുവരുന്ന ഈ ആൾക്കൂട്ട തല്ലിക്കൊല്ലൽ സംസ്കാരം ഈ നാട്ടിൽ തുടങ്ങുവാനുള്ളൊരു ശ്രമം നടന്നു വരികയാണ്. റാം മനോഹർ എന്ന് പറയുന്ന 31 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നാട്ടിൽ ജോലി ചെയ്യാൻ വന്നതാണ്. 2 ആൺകുട്ടികളുടെ പിതാവാണ്. ഒരു ഭാര്യയും അമ്മയും അയാൾക്കുണ്ട്. അയാൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാണ് ഇവർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം കൊടുത്തത്? അയാൾ ബംഗ്ലാദേശി എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ തല്ലിക്കൊല്ലുന്നത്. അതൊക്കെ ഇവിടുത്തെ നിയമവും ഭരണകൂടവുമാണ് പരിഗണിക്കേണ്ടതും കാര്യമായ നിയമപാലനം നടത്തേണ്ടതും. ഇതൊന്നുമില്ലാതെ ഉത്തരേന്ത്യൻ നാടുകളിൽ സംഘപരിവാരം നടപ്പിലാക്കുന്ന അതേ ശൈലിയും രൂപവും കേരളത്തിൽ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾക്ക് ഇവരുടെ സംഘടനാ ബന്ധമൊന്നും പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷേ സംഘിസം എന്നുള്ളത് ആളുകളെ കൊല്ലുന്നൊരു സംസ്കാരത്തിൻ്റെ പിറകിലുണ്ട്. ആ ഒരു വംശീയ സ്വഭാവം ഈ നാട്ടിൽ നടത്താനുള്ള ശ്രമത്തെ ഗൗരവമായി പ്രതിരോധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അറിയിക്കുന്നത്. ഇപ്പോൾ കുറച്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ ഉണ്ടാവുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ അവർക്ക് BJPയുമായി ബന്ധമുണ്ടെന്ന വാർത്തകളാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നടന്നൊരു സംഭവമായതിനാൽ വിശദാംശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. വളരെ ഗൗരവമായതിൻ്റെ സമ്പൂർണ്ണമായ ശിക്ഷ അവർക്ക് നൽകണം. പ്രതിഷേധം എല്ലാവരും ഒരുമിച്ച് ഈ വിഷയത്തിനെതിരെ കേരളത്തിൻ്റെ ഒരു പൊതു പ്രതിഷേധം ഉയർന്നു വരണം. ഇത് കേവലം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധമല്ല. നമ്മുടെ നാട്ടിലും ഈ ഒരു കൾച്ചർ ഒരു രീതിയിലും വരാൻ പാടില്ല. ആ രീതിയിലേക്കുള്ളൊരു തുടക്കം എന്ന നിലയിൽ ഇത് വരികയും ഇത് മുളയിലെ നുള്ളിയിട്ടില്ലെങ്കിൽ, ശക്തമായ പ്രതിഷേധം ഒരുമിച്ച് ഉയർത്തിയിട്ടില്ലെങ്കിൽ ഇതൊരു സാമാന്യ സ്വഭാവമുള്ള പരിപാടിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് യൂത്ത് ലീഗ് ഈ ഒരു പ്രതിഷേധത്തെ കാണുന്നത്. ഇനി മുന്നോട്ട് മറ്റ് പ്രതിഷേധ പരിപാടികളുണ്ടാവും. ഞങ്ങളിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ ആലോചിച്ച് അവരുടെ നേതൃത്വത്തിലൊക്കെ പരിപാടി സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് നാളെ മുതൽ വലിയ പ്രതിഷേധം എല്ലാ സംഘടനകളും, അത് വിവേചനമില്ലാതെ എല്ലാ യുവജന സംഘടനകളും ഭരണകക്ഷി പ്രതിപക്ഷം ഒന്നുമില്ലാതെ എല്ലാവരും രംഗത്ത് വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. മധുവിന് ശേഷം മറ്റൊരു ആൾക്കൂട്ടക്കൊല കൂടി ഈ കേരളത്തിൽ നടന്നിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ആൾക്കൂട്ട വിചാരണക്കൊടുവിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ഇനിയും ആ നടപടി കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോയില്ലെങ്കിൽ ഇത്തരത്തിൽ ഇനിയും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യുവജന സംഘടനകൾ അടക്കമുള്ളവരുടെ തീരുമാനം. ജിജീഷ് മോങ്ങത്തിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.